എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് പേജ് നമ്പർ 21-ലെ 11th ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ ഇറ്റ് ഔട്ടിലെ 11th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഫൈൻഡ് ഔട്ട് ഹൗ മെനി കോയിൻ ഷുഡ് ബി സ്റ്റാക്ക് ടു മാച്ച് ദ ഹൈറ്റ് ഓഫ് ദ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അസ്യൂം ഈച്ച് കോയിൻ ഈസ് 1 millimeter തിക്ക്. അതായത് 1 millimeter തിക്നെസ് ഉള്ള കോയിൻസ് എത്ര എണ്ണം അടുക്കി വെച്ചാൽ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്രയാവുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്രയെന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് അപ്രോക്സിമേറ്റ്ലി 180 മീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഹൈറ്റ് ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലേ. ഹൈറ്റ് ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി 180 meter. Okay, then thickness of coin എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. thickness of coin equal to 1 millimeter എന്നാ പറഞ്ഞിട്ടുള്ളത്. 1 millimeter. അപ്പോൾ ഇവിടെ എന്താ ഡിഫറൻസ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി മീറ്ററിലും കോയിന്റെ തിക്നെസ് മില്ലിമീറ്ററിലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മീറ്ററിലുള്ളതിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈയിങ് ബൈ 1000 അല്ലേ. മൾട്ടിപ്ലൈയിങ് ബൈ 1000 കൊണ്ട് 180 നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 180 into 1000 ചെയ്യുമ്പോൾ ഈ 118 അതുപോലെ എഴുതുക. ദെൻ 4 zeros കൂടെ ഇടുക. അപ്പോൾ എന്ത് വരും? 1,80,000 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ 1,80,000 millimeter ആണ്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1,80,000 millimeter ആയിപ്പോൾ ഇത് നമ്മൾ കോയിന്റെ തിക്നെസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തറിയാം? എത്ര കോയിൻസ് വേണമെന്ന ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ 1 millimeter തിക്നെസ് ഉള്ള എത്ര കോയിൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് കോയിൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമ്പർ ഓഫ് കോയിൻസ് കണ്ടുപിടിക്കാൻ ഈ ഹൈറ്റിനെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? തിക്നെസ് ഓഫ് 1 കോയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുകയല്ല, ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് തന്നെ കിട്ടും? ആ സെയിം നമ്പർ തന്നെ കിട്ടും. അതായത് 1,80,000 കോയിൻസ് വേണം. ഓക്കെ അല്ലേ. ഇപ്പോൾ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാ കൂട്ടുകാരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.